ഹായ് ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഷീറ്റിൻ വിജയൻ. എന്നെ വീട്ടിലും നാട്ടിലും എല്ലാവരും വിളിക്കുന്ന ചിഞ്ചു, വീട്ടിൽ വിളിക്കുന്ന ചിഞ്ചു. നിങ്ങളും എന്നെ ചിഞ്ചു എന്ന് വിളിച്ചാൽ മതി. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനാണ്. എനിക്ക് 50% വൈകല്യമുണ്ട്. വൈകല്യം എന്ന് വെച്ചാൽ അസുഖമാണ്. തിരുവനന്തപുരത്തെ ചികിത്സയിലാണ്. എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് 34 വയസ്സുണ്ട്. ഇതുവരെയും എനിക്ക് ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒന്നിനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ജോലിക്കും പഠിക്കാനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ നിലയിലോട്ടുള്ള ഒന്നും എനിക്കില്ല. എന്നെ നോക്കുമ്പോൾ ഞാനൊരു പൂജ്യമാണ്. എനിക്കൊന്നുമില്ല. അവരുടെ ലെവലിലുള്ള കൂട്ടുകാരെ നോക്കി അവരങ്ങ് പോകും. എനിക്കതൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ പറഞ്ഞു, എൻ്റെ ചേച്ചിയും പറഞ്ഞു ഒരു ചാനൽ തുടങ്ങാൻ. അങ്ങനെ ചാനൽ തുടങ്ങി. ഒരു യൂട്യൂബ് ചാനൽ, ഷിതിൻ കുക്കിംഗ് ബ്ലോഗ് എന്നും പറഞ്ഞൊരു ചാനൽ ഞാൻ തുടങ്ങി. അത് 1500 സബ്സ്ക്രൈബറിന് മേളിലുണ്ടായിരുന്നു. പരസ്യം വന്നു, പല ഭാഷയിലുണ്ടായി. എല്ലാം ആയി കഴിഞ്ഞിട്ട് ഞാൻ പൈസ കിട്ടും. എനിക്ക് വേണ്ടി ഒത്തിരി കടങ്ങളുണ്ട് അച്ചാച്ചന്, എൻ്റെ അച്ചാച്ചന്. എനിക്ക് വയ്യാതൊക്കെ വന്നിരുന്ന സമയത്ത് ഒത്തിരി പൈസയായി. ഒരിടത്തുനിന്ന് മേടിച്ച് ഇപ്പുറത്ത് കൊടുക്കും, അവിടുന്ന് മേടിച്ച് ഇപ്പുറത്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തും മേടിച്ചും ഒത്തിരി പൈസ കടമുണ്ട്. അപ്പോൾ എൻ്റെ അപ്പനെ സഹായിക്കണം. എനിക്കൊരു കുഞ്ഞു വീട്, എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഈ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ടൊരു വീട് ഞാൻ ആഗ്രഹിച്ച്. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം താമസിക്കുന്ന വാടക വീട്ടിലാണ്. മണിയാറ്, പത്തനംതിട്ട ജില്ലയിലെ മണിയാറ്. ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ സ്വന്തമായിട്ട് എനിക്കൊന്നുമില്ല. എൻ്റെ പേരിൽ എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് വേണമെന്ന്, ഒരു 3 സെൻറ്റിലായാലും ഒരു കുഞ്ഞു വീട് വേണമെന്ന് വലിയൊരു ആഗ്രഹത്തിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പെട്ടെന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ട് 70 വീഡിയോ വരെ ഞാൻ കഷ്ടപ്പെട്ട് 70 വീഡിയോ വരെ ഞാൻ ചെയ്തതാണ്. എൻ്റെ ചാനൽ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നോക്കുമ്പോൾ എൻ്റെ ചാനൽ താഴും പൂട്ടുമൊക്കെ വെച്ചേക്കുന്നു. എനിക്കറിയത്തില്ല നോക്കാൻ. എൻ്റെ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോളെ കൊണ്ട് നോക്കിച്ചപ്പോൾ പറഞ്ഞു യൂട്യൂബ് ചാനൽ എടുത്ത് കളഞ്ഞതാണ്. എനിക്ക് 1992 ജനിച്ച എനിക്ക് 13 വയസ്സുള്ളെന്ന് പറഞ്ഞു. എനിക്ക് 34 വയസ്സുണ്ട്. 13 വയസ്സുള്ളെന്നും പറഞ്ഞ് എൻ്റെ ചാനലെടുത്ത് അവർ യൂട്യൂബുകാരെടുത്ത് കളഞ്ഞു. അപ്പോൾ അവളെ കൊണ്ട് തന്നെ എനിക്ക് ചാനൽ വേണ്ട. എനിക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നിയില്ല. ഞാൻ സ്വപ്നങ്ങൾ ഒത്തിരി കണ്ടു. കുഞ്ഞു വീട് വേണമെന്ന് തോന്നി. എൻ്റെ അച്ചാച്ചനെ എനിക്ക് നല്ലതായിട്ട് നോക്കണമെന്ന്, നല്ലതായിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടണമെന്ന് ആഗ്രഹിച്ചു. പല സ്വപ്നങ്ങൾ കണ്ടാണ് ഞാൻ ആ ചാനൽ ഒരു പരസ്യം വരെ കിട്ടിയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പൈസ കിട്ടും, എൻ്റെ അച്ചാച്ചന് കൊടുക്കാമല്ലോ എന്നുള്ള അങ്ങനെ ഞാൻ ആഗ്രഹിച്ചെടുത്ത ചാനലാണ്. പെട്ടെന്ന് എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമവും വേദനയുണ്ട്. അങ്ങനെ അമ്മയെ പറയിച്ചാണ്, അമ്മയുടെ പൊന്നുമോനെന്നും പറഞ്ഞുകൊണ്ട് അവൾ തന്നെ തുടങ്ങി തന്നാണ് എൻ്റെ പേര് ഈ ചാനൽ. എനിക്ക് കുറച്ച് ദിവസം ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാത്ത എനിക്ക് മറ്റേൻ്റെ വിഷമം അങ്ങോട്ട് മാറുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത് ചാനൽ. ചാനൽ പോട്ടെ. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നെ ചിഞ്ചി മോനേന്നും പറഞ്ഞ് എന്നോട് എന്തോ സ്നേഹത്തോടെ, നിനക്ക് കൂട്ടുകാരില്ലെങ്കിൽ ഞങ്ങളുണ്ടെന്നും പറഞ്ഞാണ് എന്നോട് അവർ സ്നേഹിച്ചത്. എനിക്ക് അവരെ നഷ്ടപ്പെട്ടു പോയതാണ് എനിക്ക് ഏറ്റവും വേദനയായത്. അത് എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ വിങ്ങുവാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വപ്നങ്ങൾ ഒത്തിരി ഞാൻ എനിക്ക് ജോലി ചെയ്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു വീടോ ഒന്നും വെക്കത്തില്ല. എനിക്കൊരു കുഞ്ഞു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ കുഞ്ഞു വീട് എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്തൊന്നും പറ്റത്തില്ല. ഈ യൂട്യൂബിലൂടെ സ്വപ്നം കണ്ട് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടു. എപ്പോഴും ഇതാണ് മനസ്സിലിങ്ങനെ ഓർക്കും, കുഞ്ഞൊരു വീട്.
എല്ലാവരും കൂടെ. അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ എന്തിനി ജീവിക്കുന്നു? എൻ്റെ സ്വപ്നങ്ങളെല്ലാം പോയില്ലേ? അമ്മ പറഞ്ഞു, പോട്ടെ മോനെ, ഇനി നമുക്ക് ഒരെണ്ണം തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയൊരു ചാനലാണിത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പഴയ കൂട്ടുകാരെ എന്ത് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു പോയത് അറിഞ്ഞിട്ടുമില്ല. അവരുടെ നമ്പരും ഒന്നുമില്ല, എല്ലാം പോയി. ആ ഒരു വിഷമത്തിലാണ് ഞാൻ. എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ സങ്കടങ്ങൾ എന്നെ ഒരു കൂട്ടുകാരനെ പോലെ കരുതണം. ഓക്കെ, ബൈ.